വിജിൻ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുക ഈ പോലീസുകാരെ പിരിച്ചുവിടണം, അവരെ സർവീസിൽ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ആവശ്യപ്പെടുക എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. രാഷ്ട്രീയ കക്ഷികൾ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ആ പിരിച്ചുവിടൽ നിയമസഭയിൽ പ്രഖ്യാപിക്കണം എന്ന് വീണ്ടും ഉപചോദ്യമായി ഇടപെടലായി പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നത് കണ്ടു. മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: അവരുടെ 2 ഇൻക്രിമെൻ്റ് കയ്യോടെ കട്ട് ചെയ്തിട്ടുള്ളൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്, പിന്നീട് അവരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഇനിയുള്ള തിരുത്തൽ നടപടികൾക്കായി, കൂടുതൽ നടപടികൾക്കായി അന്വേഷണം നടക്കുകയാണ്. ഇത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഞാനൊരു സാങ്കല്പിക ചോദ്യം ചോദിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് സ്വമേധയാ ഈ അന്വേഷണം നടക്കെ ഈ പോലീസുകാരെ പിരിച്ചുവിടും എന്നൊരു ഉറപ്പ് നിയമസഭയ്ക്ക് കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ആവശ്യം സമരത്തിൻ്റെ ആവശ്യമായിരിക്കാം. സഭാ തലത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെടുന്നതിനോട് എന്തു പറയുന്നു? ഒപ്പം തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, 20 ദിവസമായി കേരളത്തിലെ പോലീസ് അതിക്രമങ്ങളുടെ വാർത്തകളുടെ പരമ്പരകൾ പുറത്തിറക്കിക്കൊണ്ട് മാധ്യമങ്ങളും ഒപ്പം തന്നെ അതിനോടൊത്ത് അഭിപ്രായം പറഞ്ഞുകൊണ്ട് UDFും മപ്പടിക്കുകയായിരുന്നു. 20 ദിവസം മപ്പടിച്ചിട്ട് ഗോദായിലേക്ക് ഇറങ്ങിയ ഒരു പ്രകടനമാണ് ഇന്ന് നിയമസഭാ തലത്തിൽ പ്രതിപക്ഷം കാഴ്ചവെച്ചത്. ആ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? പിരിച്ചുവിടാൻ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമോ? പ്രതിപക്ഷ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? എം വിജിൻ. ഇതിൽ 2 ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിക്ക് കൂടി ചില ഭാഗങ്ങളിൽ ഞാൻ മറുപടി കൊടുക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം ഇന്ന് കേരള നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ സംബന്ധിച്ചാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്ന് ബഹുമാനപ്പെട്ട നിയമസഭാ അംഗം ശ്രീ മാത്യു ടി തോമസ് അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം സൂചിപ്പിച്ച, അത് നിയമസഭാ രേഖയിൽ കൂടി വന്നൊരു ഭാഗമാണ്, അദ്ദേഹം സൂചിപ്പിച്ചൊരു ഭാഗമുണ്ട്. അടിയന്തര പ്രമേയത്തിന് സാധാരണ നോട്ടീസ് സ്പീക്കറുടെ ഓഫീസിൽ ഒരു 8 മണിക്ക് ശേഷമാണ് കൊടുക്കുക. 8 മണിക്ക് ശേഷം 7 മണി മുതൽ ഇന്ന് കേരളത്തിലെ ചില മാധ്യമങ്ങളിൽ അടിയന്തര പ്രമേയം പോലീസുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും അതുമാത്രമല്ല അതിൻ്റെ അവതാരകൻ റോജി എം ജോണുമാണെന്ന് കൃത്യമായി 7 മണി മുതൽ ചില മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ അദ്ദേഹം തന്നെ ഉപയോഗിച്ചത് ഇവിടെ കൃത്യമായി അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗം, കേരളത്തിലെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു അടിയന്തര പ്രമേയമാണ്, അവതരണമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത് എന്നാണ്. സ്വാഭാവികമായിട്ടത് നമുക്ക് അങ്ങനെ തന്നെ കാണാം. 8 മണിക്ക് സ്പീക്കർക്ക് അവതാരകൻ ആര് എന്ന് ഓഫീസിൽ നോട്ടീസ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ 7 മണി മുതൽ മാധ്യമങ്ങളിൽ വരും. അത് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്, ഇന്ന് അവതരിപ്പിച്ചത് ഒരു നനഞ്ഞ പടക്കായിരുന്നില്ലേ? ഞാൻ കേരള നിയമസഭയിൽ 15ാം നിയമസഭയിൽ അംഗമായി വന്ന ഒരാളാണ്. 4 വർഷമായി നിയമസഭയിലിരിക്കുന്നു. ഈ റോജി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവരുടെ അവതരണങ്ങൾ ഞാൻ ഒരുപാട് കേട്ടതാണ്. കാരണം അവരൊക്കെ ഓരോ വിഷയത്തിലും നടന്ന ഇടപെടലുകൾ ഇന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണ്ടേ എന്ന മട്ടിലാണ് അവരുടെ വിഷയാവതരണം ഉണ്ടായത് എന്നതിൽ ഒരു സംശയവുമില്ല. നനഞ്ഞ പടക്കം തന്നെയാണ് ഇന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഭരണപക്ഷത്തെ MLA-മാരും എണ്ണിയാണ് മറുപടി പറഞ്ഞത്. ഒരു ഭാഗമോടെ ബാക്കി വെച്ചിട്ടില്ല. എണ്ണി കേരള നിയമസഭയിൽ 2.5 മണിക്കൂർ നടന്ന ഈ അടിയന്തര പ്രമേയത്തിൻ്റെ പ്രത്യേക ചർച്ച, അതിൽ ശക്തമായ ഭാഗങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഇതിലൊന്ന്, ഇദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിച്ചു, ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ എന്തു ചെയ്യും? എൻ്റെ കുടുംബത്തിലാണെങ്കിലും അങ്ങയുടെ കുടുംബത്തിലാണെങ്കിലും കേരളത്തിലെ ഏതൊരാളുടെ കുടുംബത്തിലാണെങ്കിലും ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും പോലീസിൽ പരാതി കൊടുക്കും. കുറ്റക്കാർക്കെതിരായ നടപടി സ്വീകരിക്കണമെന്നത് ആവശ്യം തന്നെയാണ്. ഇവിടെ കേരളത്തിൻ്റെ പോലീസ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ച സമീപനം എന്താ? ഇവിടെ മറ്റൊരു ഭാഗം നാം കാണേണ്ടത് 12/4/2023, ആ 12/4/2023 2.5 വർഷം മുന്നെയാണ് ആദ്യമായിട്ടൊരു പരാതി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. സംഭവം നടന്നത് 2.5 വർഷം മുന്നെയാണ്. 2.5 വർഷം മുന്നേ സംഭവം നടന്ന് അതിനുശേഷം ഈ 15ാം നിയമസഭയുടെ 9, 10, 11, 12, 13 നിയമസഭാ സമ്മേളനങ്ങൾ കഴിഞ്ഞു. ആ നിയമസഭാ സമ്മേളനങ്ങളിലൊന്നും 2.5 വർഷം മുന്നേ നടന്ന ഈ വിഷയം അടിയന്തര പ്രമേയമായി വന്നില്ല. അത് ഒരു ഭാഗത്തിരിക്കട്ടെ, അത് അവരുടെ എപ്പോൾ കൊണ്ടുവരണം എന്നുള്ളത് അവരുടെ ചോയ്സാണ്. അതിൽ ചില ഭാഗങ്ങളുണ്ട്, ഞാനതിലേക്ക് പോകുന്നില്ല. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പരാതി കൊടുത്തപ്പോൾ തന്നെ
ഇതിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടത്തിയിട്ട് ആദ്യഘട്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരെ സ്ഥലം മാറ്റി, നേരത്തെ പറഞ്ഞ പോലെ ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്തു. പിന്നീടാണ് 2025 ഇത് കൂടുതലായ അന്വേഷണം വേണം, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരെ സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഷൻ നടപടിയിലാണ്, തുടർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ചർച്ച, കൈരളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ച നിയമ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാണുന്നുണ്ടാകും, അഭിഭാഷകർ കാണുന്നുണ്ടാകും. കേരള നിയമസഭയിൽ വന്ന് പ്രതിപക്ഷം മുഖ്യമന്ത്രിയോട് ഇപ്പോൾ നടപടിയെടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നടപടി എടുക്കാൻ പറ്റുമോ? അത് നിലനിൽക്കുന്ന ഒന്നാവുമോ? അതിൽ കൃത്യമായി അന്വേഷണം നടത്തി സസ്പെൻഷനിലാണ്. ഈ പ്രതികളെ കേരള ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് പോലീസ് സംരക്ഷിച്ചിട്ടില്ല. അവർ നിലവിൽ സസ്പെൻഷനിലാണ്. കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ കൂടുതലായി കണ്ടോ, അത് അപ്പോൾ ആലോചിക്കേണ്ടതല്ലേ? നിയമസഭയിൽ ഒരു മറുപടി കൊടുക്കേണ്ടതാണോ? ഇവിടെ ഒരു ഭാഗം കൂടി കാണേണ്ടത്, ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിപക്ഷത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താ? ഈ 9 വർഷം പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പോലീസിൽ 144 പേരെയാണ് ഡിസ്മിസ് ചെയ്തത്, സർവീസിൽ നിന്ന് പുറത്താക്കിയത്. കേരള ചരിത്രത്തിലെടുത്ത് പരിശോധിച്ച് നോക്ക്. ഇന്ന് പ്രതിപക്ഷത്തോട് ചോദിച്ചപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല എഴുന്നേറ്റ് ചില ഭാഗങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വേറെ എണ്ണമോ കണക്കോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. എത്രയാണ് നിങ്ങളുടെ കാലത്ത് ഡിസ്മിസ് ചെയ്ത എണ്ണം പറയൂ. 144 പേരെ സർവീസിൽ. അത് പല തരങ്ങളുണ്ട്, അഴിമതിയുണ്ട്, പോലീസിൽ യോജിക്കാത്ത നിലയിലുള്ള അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്മിസ് ചെയ്തൊരു ഗവൺമെൻറ്റാണ്. ഈ കണക്ക് വെച്ചുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഇവിടെ ഈ പിണറായി വിജയൻ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല, പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നാണ്. മറ്റൊരു ഭാഗം എന്താ? അത് ബഹുമാന്യനായ KT ജലീൽ ഇന്ന് നിയമസഭയിൽ പറഞ്ഞൊരു ഭാഗമാണ്. പുഴുക്കുത്തുകൾ എല്ലാത്തിലും ഉണ്ടാവും. അദ്ദേഹം വളരെ കൃത്യമായ ഒരു പ്രയോഗമാണ് നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉൾപ്പെടെയുള്ള പേരുകൾ വെച്ച് പരാമർശം വെച്ചുകൊണ്ട് ചോദിച്ചു, എല്ലാ കോൺഗ്രസ്സുകാരും അങ്ങനെയാണോ എന്നുള്ളതായിരുന്നു ജലീലിൻ്റെ ചോദ്യം. വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? എല്ലാ ലീഗുകാരും അങ്ങനെയാണോ? അല്ല, പുഴുക്കുത്തുകളുണ്ടാവും. അത് പോലീസിലുണ്ട്, പോലീസ് സേനയിലുമുണ്ട്. അപ്പോൾ അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക. ഇവിടെ ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച എല്ലാ കേസുകളിലും ഞാനിത് ആവർത്തിക്കുന്നില്ല, പീച്ചിയിലെ ഹോട്ടലാവട്ടെ, കൊല്ലം കണ്ണനല്ലൂരാവട്ടെ, മൂവാറ്റുപുഴയിലാവട്ടെ, എല്ലാത്തിലും വളരെ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ പോലീസ്. അതുകൊണ്ട് തന്നെ വളരെ മാതൃകയായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേരള പോലീസ്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയാണ്. ഒരു കുറ്റക്കാരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. അവിടെ രാഷ്ട്രീയമോ മറ്റൊന്നും അവിടെ ഒരു ഘടകമായി വന്നിട്ടില്ല. തെറ്റുകാരാണോ, ആ തെറ്റുകാർക്കെതിരായ നടപടി സ്വീകരിക്കും. പക്ഷേ ഇവിടെ എന്താ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഡ്രാമയാണ്. നിങ്ങൾ നടത്തുന്നത് സമരമെന്നത് സമര നാടകമാണ്, ഒരു സംശയം വേണ്ട. അതാണ് ഈ കൈരളിയുടെ ഇന്ന് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡിങ്ങിൻ്റെ ഭാഗം. സത്യാഗ്രഹമോ അത്യാഗ്രഹമോ? നിങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ കൃത്യമായി നടപടി സ്വീകരിച്ച് വീണ്ടും സസ്പെൻഷൻ കൊടുത്തും അന്വേഷണം നടക്കുന്ന ഒരു കേസിൻ്റെ ഭാഗമായിട്ട് ഡ്രാമ നടത്തി കേരളത്തിലെ ജനങ്ങളെ ആകെ അതിൽ പറ്റിച്ചു പോകാമെന്നാണോ? കേരളത്തിലെ ജനങ്ങളെല്ലാം അത് തിരിച്ചറിയും. കൃത്യമായി അന്വേഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് പോകുന്നത്.